നമസ്കാരം. അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തിന് പിന്നാലെ യു പ്രതിഭ MLA FB-യിൽ കൊടുത്ത ലൈവ് ഇപ്പോൾ വൈറലാവുകയാണ്. എന്തായാലും വലിയ സന്തോഷത്തിലാണ് കേരളം. നമുക്ക് യു പ്രതിഭ MLA ഇന്നത്തെ ഈ കേരള പിറവിയെ പറ്റിയും അതുപോലെ തന്നെ അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തെ പറ്റിയും ഒക്കെ ഒന്ന് പറയുന്നത് കേൾക്കാം. ഇന്ന് നവംബർ 1 നമ്മുടെ കേരള സംസ്ഥാനം ജനിച്ച് നമ്മൾ 69 വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ 7 പതിറ്റാണ്ടാവാൻ പോകുന്നു കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ട്. ഈ ഒരു നവംബർ 1 കേരളപ്പിറവി ദിവസം ജനപ്രതിനിധികളായ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരായ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിന്റെ ഒരു ദിവസം കൂടിയാണ്. അപ്പം അത് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിട്ട് പങ്കുവെക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു ലൈവിലൂടെ തന്നെ വന്ന് നമ്മൾ കുറച്ച് സമയം ആ സന്തോഷം പങ്കുവെക്കാമെന്ന് ഓർത്തത്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ സന്തോഷത്തിന്റെ ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ദിന ആശംസകൾ നേരുകയാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു പ്രഖ്യാപനം കേരളത്തിലെ മുഖ്യമന്ത്രി രാവിലെ സ്പെഷ്യൽ നിയമസഭയായിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് അത്യന്തം അഭിമാനകരമായിട്ടുള്ളൊരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കേരളം സമ്പൂർണ്ണ ദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുകയാണ്. പാവപ്പെട്ടവരിൽ അതിദരിദ്രരിൽ ദരിദ്രരായ മനുഷ്യരെ കണ്ടെത്തി അവരോട് ചേർന്ന് നിന്ന് അവരുടെ ക്ലേശഘടകങ്ങൾ അറിഞ്ഞ് അത് തിരിച്ചറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിരിക്കുന്നു. അപ്പം 65,000-ഓളം ആളുകളാണ് ആ പട്ടികയിൽ വന്നത്. കായംകുളം നഗരസഭയുടെ ഭാഗമായിട്ട് ഇന്നലെ 26 പേർക്ക് അതിന്റെ ഭാഗമായി ഫ്ളാറ്റ് കൊടുക്കുന്ന പദ്ധതിയിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തിരുന്നു. എല്ലാ പഞ്ചായത്തുകളും അതിന്റെ ഭാഗമായിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പും അതിന്റെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദരണീയനായ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തുമ്പോൾ നമ്മൾ പറയുമല്ലോ, ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകൾ എന്നാണ് പറയുന്നത്. അത് വെറുതെ പറഞ്ഞാൽ പോരാ എന്നും നമുക്ക് എത്രത്തോളമാണ് അത് അനുഭവവേദ്യമാകുന്നതും എന്ന് തിരിച്ചറിഞ്ഞൊരു സമയത്തിലൂടെയാണ് രാവിലെ ഞങ്ങൾ എല്ലാവരും ആ സഭയിൽ ഇരുന്നത്. ഇന്ന് വൈകുന്നേരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വലിയൊരു പ്രഖ്യാപനം നടക്കാൻ പോകുന്നുണ്ട്. മലയാളത്തിന്റെ അഭിമാന താരങ്ങളായിട്ടുള്ളവർ ഒക്കെ അതിന്റെ ഭാഗമാകുന്നുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും ജനപ്രതിനിധികളോടും രാഷ്ട്രീയ നേതൃത്വത്തോടും സമൂഹത്തിലെ വിവിധ മേഖലകളിൽപ്പെട്ടവരെല്ലാവരും ആ ചടങ്ങിന് സാക്ഷ്യമാവാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച നടപ്പിലാക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ, കേവലം 600 രൂപ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന പാവപ്പെട്ട മനുഷ്യനായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അതും ഞാൻ ഓർക്കുന്നു, അവര് ബാങ്കിൽ പോയി പെൻഷൻ വാങ്ങണമായിരുന്നു. എന്നാൽ ഇന്ന് അതിദരിദ്രരായ മനുഷ്യരെ കണ്ടെത്തി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന്, അതാണ് യഥാർത്ഥ സോഷ്യലിസം. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കുന്നു. എല്ലാവരും ഒരുപോലെയാവാൻ ഗവൺമെന്റ് തന്നെ നേതൃത്വം കൊടുക്കുന്നു. പാവപ്പെട്ട മനുഷ്യർക്ക് 600 രൂപയായിരുന്നത് ഇപ്പോൾ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. കേന്ദ്രം എല്ലാ പണവും തരുന്നുണ്ടോ? ഇതിനൊക്കെ ഇല്ല. അതിന് രാഷ്ട്രീയമായിട്ടൊക്കെ എടുക്കുന്നവരുണ്ടോ? പക്ഷെ ഞങ്ങൾ നിയമസഭാ സാമാജികർ പലപ്പോഴും നിയമസഭാ പ്രസംഗങ്ങൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് കിട്ടാറുണ്ട്. ഗ്രാന്റുകളൊക്കെ വലിയ രൂപത്തിൽ വെട്ടി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേന്ദ്രത്തിന്റെ വലിയ സഹായങ്ങൾ ഇല്ലാതെയാണ് ഈ കൊച്ചു കേരളം പിടിച്ചു നിൽക്കുന്നത്. അവിടെ തങ്ങളുടേതായ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം, നമ്മുടെ കേരളത്തിലെ ഒരുപറ്റ ഉദ്യോഗസ്ഥരടക്കം, മന്ത്രിസഭയടക്കം, ജനപ്രതിനിധികളടക്കം, രാഷ്ട്രീയ നേതൃത്വം അടക്കം നടത്തുന്ന ഒരു ശ്രമമുണ്ട്. ആ ശ്രമമാണ് ഇന്നത്തെ കേരളപ്പിറവിയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സന്തോഷവും ആവേശവും. അപ്പോൾ പരസ്പരം നമുക്ക് നമ്മുടെ ആശയം, ഞാൻ പലപ്പോഴും പറയും, ഞാനൊക്കെ പ്രസംഗിക്കുന്ന സമയം ഞാൻ ചിന്തിക്കാറുണ്ട്, പ്രസംഗിക്കാൻ വേണ്ടി പ്രസംഗിക്കാറില്ല. നമ്മൾ ചെല്ലുന്ന സ്ഥലത്തെ മനുഷ്യർ, അവരുടെ പ്രശ്നങ്ങൾ അത് കണ്ടറിഞ്ഞിട്ട് അവരിൽ ഒരാളായി മാറുമ്പോൾ ഹൃദയത്തിന്റെ ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ കഴിയും. ഹൃദയത്തിന്റെ ഭാഷയിൽ ഭാഷ ഉപയോഗിക്കുമ്പോഴാണ് ഭാഷയ്ക്ക് ഭംഗി വരുന്നത്. ആ രൂപത്തിൽ ഹൃദയത്തിന്റെ ഭാഷ കൂടുതൽ നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ കൂടി പ്രചരിപ്പിക്കാൻ, ഒപ്പം നമ്മൾ പറയാറുണ്ട്, പച്ചയാം വിരിപ്പിട്ട് സഹ്യനിൽ തലവെച്ചു സ്വച്ഛാബ്ദി മണൽത്തിട്ട അല്ലെ പാദോപദാനം ചെയ്തും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുക്തെ കാത്ത് കൊള്ളുന്നു കുമാരനും ഗോകർണേശനും അമ്മേ. എന്തൊരു മനോഹരമാണ്. അതുപോലെ ശ്രീകുമാരൻ തമ്പി സാറും മലയാളി സ്ത്രീകളെ പറ്റി എഴുതിയിട്ടുണ്ട്. മലയാളി പെണ്ണെ നിന്റെ മനസ്സ് എന്ന് പറയും. എന്ത് മനോഹരമായിട്ടാണ് എഴുതുന്നത്. ധാരാളം കേരളത്തെക്കുറിച്ചുള്ള മനോഹരമായ ഗാനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട കവികൾ എഴുതിയിട്ടുണ്ട്.
നമ്മൾ ഇപ്പോൾ ഇല്ലെങ്കിലും ONV കുറുപ്പ് സാറ്, അദ്ദേഹത്തിന്റെ എത്ര മനോഹരമായ കവിതകളാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിലെ ഒരു ആസുര സ്വഭാവം എല്ലാം നശിപ്പിക്കണമെന്നുള്ളൊരു സ്വഭാവത്തിന്റെ ഭാഗമായി ഭൂമിയെ ചൂഷണം ചെയ്യുന്നതിനെതിരെ ഭൂമിക്കൊരു ചരമഗീതം എന്നേ എഴുതി മലയാളിക്ക് കയ്യിലേക്ക് വെച്ചു തന്നു. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. അതിനൊക്കെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ പറയാൻ നമ്മൾക്ക്, അല്ലേ? എനിക്ക് തോന്നുന്നു അത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഭയന്നിരുന്നിട്ടുണ്ട്. ആ വാചകങ്ങൾ കേട്ടിട്ട്, ആ കവിതയിലെ വരികൾ കേട്ടിട്ട് നമ്മൾ ഭയന്നിരുന്നിട്ടുണ്ട്. എങ്ങനെയാണ് മനുഷ്യൻ ഭൂമിയെ ചൂഷണം ചെയ്യുന്നതെന്ന് ONV സാർ വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ ഭൂമുഖത്ത് ഇനിയും ജീവിക്കുന്നതിനെ പറ്റി കേവലമായ വരികളിൽ മനോഹരമായി പറഞ്ഞ് ഇനിയും ഈ മനോഹര തീരത്ത് ഒരു ജന്മം തരുമോ എന്ന് ചോദിച്ച വയലാറുണ്ട് ഇവിടെ. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം ഇന്ദ്രധനുസിൻ, അല്ലേ? എന്ത് മനോഹരമാണ്. അപ്പൊ അതിൽ നമ്മൾ ഓർക്കും, നമ്മുടെ ഈ കേരളത്തില് ഈ മനോഹര തീരത്ത് തരുമോ ഇനി ഒരു ജന്മം കൂടി എന്ന് പറഞ്ഞു. ഒപ്പം കലാലയങ്ങളിൽ നിന്ന് സങ്കടത്തോടാണ് നമ്മളൊക്കെ ഇറങ്ങുന്നത്. ഏറ്റവും മനോഹരന്റെ ചൈതന്യവത്തായ ജീവിതം കലാലയങ്ങളിലാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ കലാലയങ്ങളിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീണ്ടും ആ കലാലയത്തിന്റെ ഗൃഹാതുരത്വത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്ത് എത്തുവാൻ മോഹം എന്ന് നമ്മളെ പാടിച്ച പ്രിയ കവി. ഒരു വാക്കിൽ, ഒരു കവിതയിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. സ്വന്തം പ്രണയിനിയെക്കുറിച്ച് ആലോചിച്ചിട്ട് നിന്നെക്കുറിച്ച് ഇനി എന്ത് പാടട്ടെ ഞാൻ എന്ന് ചോദിച്ച വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറിന്റെ വരികൾ. മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്തമായ തലങ്ങളിലേക്ക് നമ്മളെ എത്തിച്ച അക്കിത്തത്തിന്റെ വരികൾ. ഒരു കണ്ണുനീർക്കണം ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കുകയാണ് എന്നുള്ളിൽ 1000 സൗരമണ്ഡലം. എത്ര മനോഹരമാണല്ലേ? കക്കാടിന്റെ ആർദ്രമീ ധനുമാസ രാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി. മനുഷ്യജീവിതത്തിന്റെ ആ ഒരു വളരെ വേഗത്തിൽ തീർന്നു പോകുന്ന മനുഷ്യജീവിതത്തെക്കുറിച്ച്, രോഗത്തിന്റെ ആകുലതകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സുഗതകുമാരി ടീച്ചറിന്റെ മനോഹരമായ വരികൾ. കൃഷ്ണ നീ എന്നെ അറിയില്ല, എന്ത് രസമാണ്. എല്ലാം അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷിയിൽ തുടങ്ങി ഒരുപാട് മനോഹരമായ കൃതികളിലെ മനോഹരമായ വാചകങ്ങൾ മലയാളം നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയുമുണ്ട് ഒരുപാട് പറയാൻ. എഴുത്തച്ഛൻ്റെ കൃതികളൊക്കെ എടുത്തു നോക്കുവാണെങ്കിൽ നമുക്കറിയാം. അതുപോലെ തന്നെ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ ആശാന്റെ കവിത എപ്പോഴും ഞാൻ ഉരുവിടുന്ന ഒരെണ്ണമാണ്. പണ്ടത്തെ കേരളം ഇന്ന് അതിദരിദ്രരല്ലാത്ത നാടായി നമ്മുടെ നാട് മാറുമ്പോൾ ആശാന്റെ ദുരവസ്ഥയിൽ ഒരു വരി വളരെ പ്രാധാന്യമുള്ളതാണ്. മറ്റുള്ളവർക്കായി ഉഴാനും നടാനും കറ്റമെതിക്കാനും കൊയ്തിടാനും പറ്റുമിക്കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റു വിടുപണി ചെയ്യുവാനെന്നും. മനുഷ്യന്റെ ജീവിതം ഇതായിരുന്നു ഒരു കാലത്ത്. ആ മനുഷ്യനെയാണ് ഇന്ന് നിവർന്നു നിന്ന് അഭിമാനബോധമുള്ളവരായി മാറ്റാൻ ഈ ഗവൺമെന്റ് ശ്രമിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, ദാരിദ്ര്യം, രോഗമൊക്കെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വലിയ സമ്പന്നതയിൽ നിൽക്കുന്ന ആൾ ചിലപ്പോൾ ദാരിദ്ര്യത്തിലേക്ക് പോകും, അല്ലേ? അത് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കവിതയുണ്ടല്ലോ, ജ്ഞാനപ്പാന, അല്ലേ? ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ട്, ദാരിദ്ര്യം എന്ന് പറയുന്നതിനെ പറ്റി ജ്ഞാനപ്പാന പറയുന്നുണ്ട്. മാളികാമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്നാണ് പറഞ്ഞത്. 2-4 ദിനം കൊണ്ട് ഒരുത്തിനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെയാണ് ദാരിദ്ര്യവും രോഗവും ഒക്കെ. രോഗം വന്നാൽ ചിലപ്പോൾ ആ കുടുംബം തന്നെ ഇല്ലാതായി പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ചെലവേറിയ ചികിത്സയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വരുന്ന എത്രയോ കേസ്. കല്യാണം നടത്തിയിട്ട് ചിലപ്പോൾ പാപ്പരാവുന്നവരെയും നമ്മുടെ കേരളത്തിൽ നമ്മൾ കാണാറുണ്ട്. വീട് വരെ വിറ്റ് കൊടുക്കുന്നവരെ കാണാറുണ്ട്. അതൊക്കെ ഒരു അതൊക്കെ മാറണം. അത്തരം വൃത്തികെട്ട രീതികളൊക്കെ മാറണം. സ്ത്രീയാണ് ഏറ്റവും വലിയ ധനമെന്ന് 100 വട്ടം പറയുന്നവരാണ് നമ്മൾ. പക്ഷേ കുടുംബം വിറ്റ് പോലും കല്യാണം നടത്തുന്ന ഏർപ്പാട് ഇപ്പോഴും ഉണ്ട്. അത് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെയാണ് അതിൽ ആദ്യം മാറേണ്ടത്. പുരോഗമനം പറയുമ്പോൾ എനിക്കും വേണം സ്വർണം, അല്ലെങ്കിൽ എനിക്കും വേണം പണം, എനിക്കും വേണം കല്യാണം, ആ തരത്തിലല്ല. അതൊക്കെ മലയാളത്തിന് ഇനി നമ്മൾ ചിന്തിക്കും. 2031 പോകുമ്പോൾ നമ്മുടെ ചിന്ത മാറേണ്ട ചില കാര്യങ്ങളാണ് ഞാനതിൽ പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ രോഗവും ദാരിദ്ര്യവും എപ്പോഴും വരുന്നതുകൊണ്ട് ഇന്ന് കണ്ടെത്തിയ 65,000 പേരെയാണ് ഗവൺമെന്റ്. പക്ഷെ നാളെ ചിലപ്പോൾ വീണ്ടും ഒരാൾ വരാം. പക്ഷെ അതുകൊണ്ട് കേരളം അതിദാരിദ്ര്യമുക്തമായില്ല എന്ന് പറയരുത്. അത്തരം രാഷ്ട്രീയത്തിലേക്ക് വരരുത്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഓരോ ഘട്ടങ്ങളിലും വരുന്നതാണ്. അത് അഡ്രസ് ചെയ്തു. കേരളത്തിൽ ഈ സർവേ നടത്തിയ സമയത്ത് 65,000 പേരുടെ വിവിധ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരിതാ അതിൽ നിന്ന് ഫ്രീ ആക്കി, മുക്തമാക്കി ദാരിദ്ര്യമുക്ത കേരളത്തിലേക്ക് നമ്മൾ ചുവടുവെക്കുകയാണ്. ചെറുപ്പക്കാർ, സാധാരണ ജോലി ചെയ്യുന്ന പഠിച്ചു കഴിഞ്ഞ ചെറുപ്പക്കാർക്ക് അവരുടെ ചെറിയ മുട്ടാവശ്യങ്ങളൊക്കെ ഉണ്ടാവും.
അപ്പൊ ആവശ്യത്തിന് അച്ഛനമ്മമാരുടെ മുമ്പിൽ കൈനീട്ടാതെ അവർക്കും 1000 രൂപ കൊടുത്തിരിക്കുന്നു. സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് കൊടുത്തിരിക്കുന്നു. ആശാ വർക്കേഴ്സിന്, അംഗൻവാടി ടീച്ചേഴ്സിന്, പ്രീ പ്രൈമറിക്കാർക്ക് ഒക്കെ എല്ലാവർക്കും 1000 രൂപ വെച്ച് വർദ്ധിപ്പിച്ചോളൂ. ഈ 1000 രൂപ വെച്ച് ഒരാൾക്കല്ല, അത് വരുമ്പോൾ ലക്ഷക്കണക്ക് പേർക്കാണ്. പെൻഷൻ തന്നെ ഇപ്പൊ 1000 കോടി രൂപയുടെ അടുത്ത് ഗവൺമെന്റ് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇതെല്ലാം ഈ നാടിന് വേണ്ടിയാണ്. അപ്പൊ 2025 കേരളപ്പിറവി നവംബർ 1 ഈ ഗവൺമെന്റ് ഇരുന്നതില് ഒക്കെ വലിയ അഭിമാനമാണ് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തുമ്പോൾ ആ നിയമസഭയിൽ മുഖ്യമന്ത്രിയോടൊപ്പം ഇരുന്ന് ആ പ്രഖ്യാപനം കേട്ട ചരിത്ര നിമിഷത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞ സന്തോഷം, സ്നേഹം, ഒപ്പം മലയാളത്തിന്റെ ഔന്നത്യം ലോകത്തെങ്ങും എത്തട്ടെ. മലയാള ഭാഷ, ഞാൻ എപ്പോഴും പറയും, മലയാള ഭാഷയിൽ നിന്ന് ഉയർന്നു വരുന്നവർ ആ മലയാള ഭാഷയെ ഒരിക്കലും കൈവിടരുത്. പ്രമുഖരായ ചില താരങ്ങളൊക്കെ വർത്തമാനം പറയുമ്പോൾ ഞാൻ ചിരിച്ചു പോകാറുണ്ട്. ഒരിക്കലും നമ്മുടെ അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നത് നമ്മൾ മറക്കുമോ? അതുപോലെ നമ്മുടെ ഭാഷ, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ എന്നാണ് പറയുന്നത് അല്ലെ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ. മർത്യന് എപ്പോഴും പ്രധാനം അവനവന്റെ ഭാഷ തന്നെയാണ്. എത്ര ഉയരത്തിലേക്ക് പോയാലും നമ്മുടെ മലയാളത്തെ മറക്കാതിരിക്കുക. മലയാളം അറിയില്ല എന്ന് പറയുന്ന ആ രീതിയോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. മലയാളം അറിയണം, പറയണം, മലയാളം പ്രചരിപ്പിക്കണം. ഇന്ന് വിദേശ രാജ്യത്തടക്കം മലയാളം പഠിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന പ്രത്യേക ഇടപെടലുണ്ട്. മലയാളം സർവകലാശാല രൂപീകരിച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ കൈകളിലാണ്. നമ്മളാണ് ഇതിന്റെ എല്ലാം വക്താക്കളായി മാറേണ്ടത്. കേരളം മുന്നോട്ട് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകട്ടെ. അതുപോലെ മലയാളി എവിടെ ചെന്നാലും സ്വന്തം ഭാഷ മറക്കാതെ അതിന്റെ ഒരു ഔന്നത്യം ഉയർത്തിപ്പിടിക്കാൻ മലയാളിക്ക് കഴിയട്ടെ. അതിദരിദ്രമില്ലാത്ത ഈ നാടിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതില് സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് കേരളപ്പിറവി ദിവസം എല്ലാവർക്കും, ഇത് മാത്രമല്ല എല്ലാ ദിവസവും നമ്മുടെ ദിവസമാണ്. നമ്മുടെ നാട് ജന്മം കൊണ്ട ദിവസമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. ഇന്ന് നമ്മുടെ നാടിന്റെ ജന്മദിനമാണ്. എല്ലാവർക്കും നമ്മുടെ കേരളത്തിന്റെ കൈരളിയുടെ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ദിവസം ഇനി ഈ സ്പെഷ്യൽ നിയമസഭ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത മീറ്റിംഗിലേക്ക് പോകുന്നു. അതിനുശേഷം വൈകിട്ട് വലിയ പരിപാടികളിലേക്ക് പോകുന്നു. എല്ലാ പിന്തുണകൾക്കും, ഗവൺമെന്റിന് നൽകുന്ന എല്ലാ പിന്തുണകൾക്കും എല്ലാവർക്കും സ്നേഹം അറിയിക്കുന്നു. തികഞ്ഞ രാഷ്ട്രീയത്തിലേക്കൊന്നും ഇതിനെ കാണാതെ ഇതിന്റെ നന്മ ചർച്ച ചെയ്യാൻ എല്ലാവരും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന, മലയാളത്തെ സ്നേഹിക്കുന്ന, നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന എല്ലാ മലയാളികൾക്കും കേരളപ്പിറവി ദിനാശംസകൾ നേരുന്നു.